സോളാറിൽ ഇപ്പൊ നമുക്ക് എന്താണ് ഒരു USP ആയിട്ട് നമ്മൾ വേറെ കസ്റ്റമേഴ്സിനോട് പറയുന്ന ഒരു കാര്യം എന്താണ്? നമുക്ക് പറയാനുള്ള ഒന്ന് സ്ട്രക്ചറും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയലും കസ്റ്റമർ മിക്കവാറും ചോദിക്കുക എന്താണ്, ഏത് പാനലാണ് യൂസ് ചെയ്യുന്നത്, ഏതാണ് കമ്പനി എന്നാണ്. പക്ഷെ അത് മാത്രമല്ല ഇമ്പോർട്ടൻ്റ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ സർട്ടിഫൈഡ് എഞ്ചിനീയർമാരാണ് നമ്മളുടെ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആഫ്റ്റർ ചെക്കിങ്ങും അവർ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. ഓരോ പ്ലാന്റുകളും കൃത്യമായി നിരീക്ഷിക്കുന്നു, സർവീസ് ഉറപ്പുവരുത്തുന്നു. കഴുകേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ അത് അറിയിക്കുന്നു, പാനൽ കഴുകാറായിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. അങ്ങനെ ആഫ്റ്റർ സർവീസ് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്നു. ഇതാണ് പേയ്മെൻറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റെക്കമെൻഡ് കസ്റ്റമറാണ് കൂടുതലുള്ളത്. ഈ സോളാർ വെക്കുമ്പോഴുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങൾ എങ്ങനെയാണ്? നമുക്ക് മെയിൻ്റെനൻസ് കാര്യമായിട്ട് മെയിൻ്റെനൻസ് ഒന്നും ഓൺ ഗ്രിഡ് സോളാറിൽ വരാനില്ല. കാരണം ലോഡ് കണക്റ്റഡ് അല്ലല്ലോ. ഇത് പാനലിൽ നിന്ന് കിട്ടുന്ന കറണ്ടിനെ ഇൻവെർട്ടറിലൂടെ ഗ്രിഡിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. വളരെ അപൂർവമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. നമ്മളിപ്പോൾ 6 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ടല്ലോ. വളരെ കുറവാണ് കംപ്ലൈൻറ്റുകൾ. ഇനി എന്തെങ്കിലും കസ്റ്റമറുടെ ഭാഗത്ത് കസ്റ്റമർക്ക് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ അത് പൊടി പിടിച്ചാൽ കഴുകണമല്ലോ. എന്നതുപോലെ തന്നെ ഈ പാനൽ പൊടി പിടിക്കും. അതുപോലെ തന്നെ പക്ഷികാഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അതായ സമയത്ത് എന്ത് ചെയ്യുക, ഒന്ന് പുറപ്പുറത്ത് കയറി നോക്കി വല്ലതും അവിടെ ഉണ്ടോ, എങ്ങനെയുണ്ട്, ക്ലീൻ ആണോ എന്നൊക്കെ നോക്കുക. ഒന്ന് സാധാ വെള്ളം ഉപയോഗിച്ച് ഒന്ന് സോഫ്റ്റായിട്ട് കഴുകി കൊടുക്കുക. ഇത് മാത്രമാണ് കസ്റ്റമർ ഭാഗത്ത് ചെയ്യേണ്ടതുള്ളൂ.